സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള സപ്ലൈകോയിൽ അതിഭീകരമായ തോതിൽ വില വർദ്ധിക്കുക. അപ്പോഴും ഭാരത അരി വിൽക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭാരത അരി കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് മോദി അരിയാണ്, ഇത് രാഷ്ട്രീയ അരിയാണ്. മറ്റൊരു മന്ത്രി പറയുകയാണ്, റവന്യൂ മന്ത്രി പറയുകയാണ് ഈ അരി വോട്ടിന് വേണ്ടിയുള്ള അരിയാണ്. പൊതുമാർക്കറ്റിൽ 45 രൂപയും 50 രൂപയും വില വരുന്ന അരി 29 രൂപയ്ക്ക് കേരളത്തിൽ ഭാരത് അരിയായി വിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, അതിനെ ആക്ഷേപിക്കുകയാണ്. അവരാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സപ്ലൈകോയിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന 55% സബ്സിഡി ഇപ്പോൾ 35%ആയി കുറയ്ക്കാൻ തീരുമാനിച്ചു. സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ്. സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടതാണ്, വിപണിയിൽ ഇടപെടാൻ ബാധ്യതയുള്ളവരാണ്. പൊതുമാർക്കറ്റിൽ ഭീമമായ വില വർദ്ധിക്കുമ്പോഴാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അവരുടെ ഡ്യൂട്ടിയാണത്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. അതിന് പകരം പൊതുമാർക്കറ്റിൽ ഭീകരമായ വില വർദ്ധിക്കുമ്പോൾ സർക്കാരിൻ്റെ മാധ്യമങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം വില വീണ്ടും കൂട്ടുകയാണ്. ഇതുപോലെ ജനവിരുദ്ധമായൊരു സർക്കാർ നമ്മളെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മന്ത്രി പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കില്ലെന്നാണ്. സാധാരണക്കാരനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ബാധിക്കുന്നത്? എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. സപ്ലൈകോയിലെ വില വർധനവ് പൊതുമാർക്കറ്റിൽ വീണ്ടും വില കൂടാൻ കാരണമാവും. അതൊരു സാധാരണ ന്യായമാണ്. സപ്ലൈകോയിൽ വില കൂടുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടക്കാർ വില കൂട്ടുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതായത് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന അരി, റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി, ഞാൻ ഭാരത് അരിയെക്കുറിച്ചല്ല, മോദി സർക്കാർ നൽകുന്ന 5 കിലോ അരി കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന 5 കിലോ അരി നമ്മുടെ നാട്ടിൽ പട്ടിണി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാനം വിതരണം ചെയ്യുന്ന അരിക്ക് 29 രൂപയും സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതും പോരാഞ്ഞ് 29 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ അരി കൊടുക്കാൻ ഭാരത് അരി എന്ന് പറഞ്ഞ അരി വരുമ്പോൾ അതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ്? ഒരു വശത്ത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വില വർദ്ധിപ്പിക്കുക, അതുവഴി ഓപ്പൺ മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് കാരണമാവുക, എന്നിട്ട് വലിയ ന്യായം പറയുകയാണ് ഇത് പാവങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാരാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. എല്ലാ രംഗത്തും കേരളം ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത്. മുഷ്കും ധിക്കാരവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര.